ഹായ്. അപ്പോൾ നമ്മൾ ഡിഗ്രി പ്രിലിംസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ 2025 പ്രിലിംസിൻ്റെ ചോദ്യപേപ്പറുകൾ നോക്കിയായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ 2024 പ്രിലിംസിൻ്റെ ഫസ്റ്റ് ഫേസിൽ 38/24 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ കോഡിലെ എക്കണോമിക്സിൻ്റെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോസിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൃത്യമായിട്ട് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട്. ഇനി കമൻറ്റിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുന്നില്ലേ? നമുക്ക് നോക്കാം. ഈ ഒരു പ്രിലിംസിൻ്റെ ചോദ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം മെയിൻസിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിനിടയ്ക്ക് 2 ചോദ്യങ്ങൾ പറഞ്ഞായിരുന്നു. അതായത് ഒന്ന്, നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് ഏതാണെന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. നിങ്ങളെല്ലാവരും കറക്റ്റായിട്ടാണ് മറുപടി പറഞ്ഞത്. നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? നിങ്ങളുടെ കയ്യിലെ ക്യാഷ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ലിക്വിഡ് അസറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ ഏറ്റവും വേഗത്തിൽ പണമാക്കി മാറ്റാൻ പറ്റുന്ന വസ്തു. ഏറ്റവും വേഗത്തിൽ പണമാക്കി മാറ്റാൻ പറ്റുന്ന വസ്തു ഏതാണ്? പണം തന്നെയാണ് അല്ലേ? ഏറ്റവും വേഗത്തിൽ പണമാക്കി മാറ്റാൻ പറ്റുന്നത് പണം തന്നെയാണ്. അപ്പോൾ പണമാണ് നിങ്ങളുടെ കയ്യിലുള്ള, മണിയാണ് അല്ലെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് ആണ് നിങ്ങളുടെ കയ്യിലെ ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് എന്ന് പറയുന്നത്. രണ്ടാമതൊരു ചോദ്യം ഞാൻ ചോദിച്ചത് CRR എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കുകൾ അവരുടെ കയ്യിലെ ഡെപ്പോസിറ്റിൻ്റെ ഒരു ഭാഗം RBIയിൽ കൊണ്ട് സൂക്ഷിക്കുന്നതാണ് CRR. CRRന് RBI ബാങ്കുകൾക്ക് പലിശ കൊടുക്കുന്നുണ്ടോ, ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടോ? ഇല്ല. അതും നിങ്ങൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. യാതൊരു ഇൻട്രസ്റ്റും RBI ബാങ്കുകൾക്ക് CRR വയ്ക്കുന്നതുകൊണ്ട് കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളിലോട്ട് നമുക്ക് പോകാം. സമയം നമുക്ക് പാഴാക്കാനില്ല. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഫൈൻഡ് ഔട്ട് ദ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദ്യം. മോണിറ്ററി പോളിസി എല്ലാവർക്കും അറിയാം. മോണിറ്ററി പോളിസി അല്ലെങ്കിൽ ഇതിൻ്റെ മലയാളം എന്ന് പറയുന്നത് പണനയം. പണനയം എന്ന് പറയുമ്പോൾ ഏതുമായി ബന്ധപ്പെട്ടതായിരിക്കും? മണിയുമായി ബന്ധപ്പെട്ടതായിരിക്കും അല്ലേ? മോണിറ്ററി പോളിസീസ് റിലേറ്റഡ് ടു മണി. പണവുമായി ബന്ധപ്പെട്ട നയം പണനയം. നമ്മുടെ രാജ്യത്ത് പണം പ്രിന്റ് ചെയ്തിറക്കുന്നത് ആരാ? RBI. അപ്പോൾ പണം പ്രിന്റ് ചെയ്യുന്ന ആളിനല്ലേ അതുമായി ബന്ധപ്പെട്ട നയം പുറത്തിറക്കാൻ പറ്റൂ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. പിള്ളേരെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, പിള്ളേരെ മര്യാദയ്ക്ക് വളരുന്നുണ്ടോ എന്ന് നോക്കണം എന്നൊക്കെ നാട്ടുകാർ പറയാറുണ്ടല്ലേ. നാട്ടുകാർ അങ്ങനെ പലതും പറയും. എന്നിരുന്നാലും അവർ ചിലപ്പം പറയാറുണ്ട്, കുട്ടികൾ മര്യാദയ്ക്ക് നടക്കാത്തപ്പോൾ അതിന് ഉത്തരവാദി രക്ഷിതാക്കളാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അവരെ എന്ത് ചെയ്യണം? മര്യാദയ്ക്ക് നടത്തണം, ഇല്ലെങ്കിൽ വളർത്തു ദോഷമാണെന്നൊക്കെ പറയാറുണ്ടല്ലേ. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ആൾക്കാരത് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ രാജ്യത്ത് പണം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ആ പണത്തിനെ മര്യാദയ്ക്ക് നടത്താനുള്ള ഉത്തരവാദിത്വം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. അതിന് വേണ്ടിയിട്ടാണ് അവർ മോണിറ്ററി പോളിസി അനൗൺസ് ചെയ്യുന്നത്. ടു റെഗുലേറ്റ് ദ മണി സപ്ലൈ ഇൻ ദ എക്കണോമി. നമ്മുടെ രാജ്യത്ത് പണത്തിൻ്റെ അളവ് നിയന്ത്രിക്കാനാണ് RBI മോണിറ്ററി പോളിസി പ്രഖ്യാപിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ടു കൺട്രോൾ അല്ലെങ്കിൽ റെഗുലേറ്റ് മണി സപ്ലൈ ഇൻ ദ എക്കണോമി. ഇനി എന്തിനാണ് ഈ പണത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് RBI? ഇനി മറ്റൊരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മറുപടി പറയാനുള്ളതാണ്. RBIക്കാണ് നമ്മുടെ രാജ്യത്ത് പണം പ്രിന്റ് ചെയ്യാനുള്ള മൊണോപ്പൊളി, കുത്തക. ശരിയാണോ അല്ലയോ? നമ്മുടെ രാജ്യത്ത് RBI മാത്രമേ പണം പ്രിന്റ് ചെയ്യുന്നുള്ളൂ? അതാണ് എൻ്റെ ചോദ്യം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ വേറെ ആരും കൂടെ പ്രിന്റ് ചെയ്യുന്നു എന്നുള്ളതെന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, അപ്പോൾ എന്തിനാണ് നമ്മുടെ രാജ്യത്ത് RBI പണത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത്? ആക്ച്വലി മോണിറ്ററി പോളിസി എന്ന് പറയുന്ന ഒരു വാൽവ് പോലെയാണ് കേട്ടോ. വാൽവ്, അതായത് നമ്മുടെ വീട്ടിൽ ടാപ്പ് ഉണ്ടല്ലോ, ടോയ്ലറ്റിലൊക്കെ ടാപ്പ് ഉണ്ട്, അത് തുറക്കുമ്പോൾ വെള്ളം വരും. പക്ഷേ ടാപ്പ് പൊട്ടിയാലോ? അനിയന്ത്രിതമായിട്ട് വെള്ളം വരും അല്ലേ? വെള്ളം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ വെള്ളം നിർത്താൻ വേണ്ടി ഒരു വാൽവ് അങ്ങ് അടയ്ക്കും. പിന്നെ വെള്ളത്തിൻ്റെ ഫ്ലോ ഇല്ല. പിന്നെ പൈപ്പ് ശരിയാക്കിയിട്ട്, ടാപ്പ് ശരിയാക്കിയിട്ട് ആ ഒരു വാൽവ് നമ്മൾ ഓപ്പൺ ചെയ്യുള്ളൂ. ഇതേ കണക്കൊരു വാൽവാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. ഈ വാൽവ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത് RBI ആണ്. RBIയുടെ കയ്യിലൊരു വാൽവാണ് മോണിറ്ററി പോളിസി എന്ന് വിചാരിക്കുക. ചില സമയത്ത് തുറന്നാൽ കൂടുതൽ വെള്ളമല്ല വരിക, പകരം കൂടുതൽ പണം വരും. മനസ്സിലായല്ലോ? ഇനിയിപ്പോൾ അത് അടച്ചാലോ? വരുന്ന പണം കുറയും. അതായത് ജനങ്ങളുടെ അടുത്ത്, സമ്പദ് വ്യവസ്ഥയിലോട്ട്, എക്കണോമിയിലോട്ട് കൂടുതൽ പണം എത്തിക്കാനോ അല്ലെങ്കിൽ എക്കണോമിയിൽ കൂടുതൽ പണം ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാനോ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാൽവാണ് മോണിറ്ററി പോളിസി എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ജനങ്ങളുടെ കയ്യിലോട്ട് കൂടുതൽ പണം എത്തിക്കുകയാണെന്ന് വിചാരിക്കുക. കൂടുതൽ പണം എത്തിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ പണം എത്തിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ കൂടുതൽ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യും. കൂടുതൽ സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങും, കയ്യിൽ ഒരുപാട് പണം ഉണ്ടെങ്കിൽ. ആ സമയത്ത് മാർക്കറ്റിൽ സാധനങ്ങളുടെ വില കൂടി ഇൻഫ്ലേഷൻ ഉണ്ടാകും അല്ലേ? രാജ്യത്ത് സാധനങ്ങളുടെ വില കൂടിയാൽ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം ഉണ്ടാകും. അപ്പോൾ അത് തടയാനായിട്ട് ജനങ്ങളുടെ കയ്യിലോട്ട് വരുന്ന പണത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു, വാൽവ് അടയ്ക്കുന്നു. ഇനി ജനങ്ങളുടെ കയ്യിൽ പണമൊന്നും ഇല്ല എന്ന് വിചാരിക്കുക.
പണമൊന്നും ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ ജനങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഡിമാൻഡ് ചെയ്യോ? ഇല്ല. ഡിമാൻഡ് ചെയ്യാതിരിക്കുമ്പോൾ സാധനങ്ങളുടെ വില കുറയും. കച്ചവടക്കാരൻ വില കുറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യില്ല. പ്രൊഡ്യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ രാജ്യത്ത് ഗ്രോത്ത് കുറയും. കാരണം നമുക്കറിയാം എക്കണോമിക് ഗ്രോത്ത് എന്ന് വെച്ചാൽ എന്താ? കൂടുതൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ രാജ്യത്ത് ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. എന്നാൽ പ്രൊഡക്ഷൻ കുറഞ്ഞാൽ ഗ്രോത്ത് കുറയും. അപ്പോൾ ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ പണം എത്തിക്കണം. ആ സമയത്ത് വാൽവ് തുറക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് RBI എന്ത് ചെയ്യുന്നത്? മോണിറ്ററി പോളിസി യൂസ് ചെയ്യുന്നത്. ഇനി ഈ വാൽവ് തുറക്കാനും അടയ്ക്കാനൊക്കെ ടൂൾസ് വേണം, അല്ലേ? അതിനെയാണ് നമ്മൾ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ മോണിറ്ററി പോളിസി ടൂൾസ് എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് മോണിറ്ററി പോളിസി ടൂൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് MSF, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. അതൊരു മോണിറ്ററി പോളിസി ടൂളാണ്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാങ്കുകളുണ്ടല്ലോ, ബാങ്കുകളുടെ കയ്യിൽ പൈസ ഇല്ലാതെ വരുമ്പോൾ ഒരു പെട്ടെന്നൊരു അടിയന്തരമായിട്ട് RBIയുടെ കയ്യിൽ നിന്ന് കടം മേടിക്കും ഒരു ദിവസത്തേക്ക്. മനസ്സിലായല്ലോ? അതായത് ബാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? RBIയുടെ കയ്യിൽ നിന്ന് ഒരു ദിവസത്തേക്ക് കടം മേടിക്കും. പകരം സെക്യൂരിറ്റി, കൊളാട്രൽ ആയിട്ട് RBIക്ക് എന്ത് കൊടുക്കുന്നു? ഗവൺമെന്റ് സെക്യൂരിറ്റി കൊടുക്കുന്നു. ശ്രദ്ധിക്കുക, SLRനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഗവൺമെന്റ് സെക്യൂരിറ്റി കൊടുക്കുന്നു. അതായത് ബാങ്കുകൾ RBIക്ക് ഗവൺമെന്റ് സെക്യൂരിറ്റി കൊടുത്തിട്ട് കടം മേടിക്കുന്നു. കൂടാതെ ബാങ്കുകൾ RBIക്ക് ഇതിന് എന്തും കൊടുക്കുന്നു? പലിശയും കൊടുക്കുന്നു. ഈ ഒരു ഫെസിലിറ്റീനെയാണ് MSF, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുക. ഞാൻ RBI ആണ്, നിങ്ങൾ എല്ലാവരും എൻ്റെ കയ്യിൽ നിന്ന് കടം മേടിക്കുന്നു. കടം മേടിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് എന്ത് തരുന്നു? കൊളാട്രലായിട്ട്, ഈടായിട്ട് എൻ്റെ ബാങ്കിൽ RBIയിൽ കൊണ്ട് നിങ്ങൾ ഗവൺമെന്റ് സെക്യൂരിറ്റി വെക്കുന്നു. കൂടാതെ നിങ്ങൾ എനിക്ക് പലിശയും തരുന്നു. ഇതിനെയാണ് MSF എന്ന് പറയുക. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് തന്നെയല്ലേ റിപ്പോ? അല്ല. റിപ്പോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ റിപ്പോ ഒരു ദിവസത്തേക്കല്ലേ, ഇത് ഒരു ദിവസം, ഓവർ നൈറ്റ്, ഒരു ദിവസത്തേക്ക്, ഒരു രാത്രിയത്തേക്ക് എങ്ങനെ കടം മേടിക്കുക? മനസ്സിലായല്ലോ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ MSF, മാർജിൻ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ RBIക്ക് രാജ്യത്ത് ഇൻഫ്ലേഷൻ നിയന്ത്രിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു MSFന്റെ ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങ് കൂട്ടിയാൽ മതി. അപ്പോൾ ബാങ്കുകൾ ലോൺ എടുക്കുന്നത് കുറയ്ക്കുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ MSF എന്ന് വെച്ചാൽ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. അതൊരു മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻ്റ് ആണ്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഈ MSFന്റെ റേറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് വഴി എക്കണോമിയിലോട്ട് വരുന്ന പണം കൂടുകയോ കുറയുകയോ ചെയ്യുന്നു. അപ്പോൾ രാജ്യത്ത് എന്താണോ അവസ്ഥ അതിനനുസരിച്ച് ഈ MSFന്റെ റേറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു. അപ്പോൾ MSF റിപ്പോ പോലെ തന്നെയാണ്. പക്ഷേ വ്യത്യാസം എന്താ? MSFന് ഓവർ നൈറ്റ്, ഒരു ദിവസത്തേക്കാണ് നമ്മൾ ബോറോ ചെയ്യുന്നത്. എന്നാൽ റിപ്പോ ഷോർട്ട് ടേം, ഒരു 2 ആഴ്ച 3 ആഴ്ച 3 മാസമൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിപ്പോ വഴി ബോറോ ചെയ്യുന്നത്. ഇനി MSFന്റെ റേറ്റ് ഉണ്ടല്ലോ, എപ്പോഴും റിപ്പോ റേറ്റിനേക്കാളും കൂടുതലായിരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. MSFന്റെ റേറ്റ് റിപ്പോ റേറ്റിനേക്കാളും കൂടുതലായിരിക്കും. ഇനി അടുത്തത് SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ CRRനെ പറ്റി പറഞ്ഞു, അല്ലേ? ബാങ്കിൽ വരുന്ന നിക്ഷേപം, ഫോർ എക്സാമ്പിൾ ബാങ്കിൽ 100 കോടി രൂപ ആൾക്കാർ പൈസ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഈ പൈസ എന്ത് ചെയ്യും? ബാങ്ക് ലോൺ കൊടുക്കുമല്ലോ. പക്ഷെ മുഴുവൻ പൈസയും ലോൺ കൊടുക്കില്ല. അതിൻ്റെ ഒരു ഭാഗം CRR ആയിട്ട് എവിടെ കൊണ്ടുവയ്ക്കും? നമ്മൾ RBIയിൽ കൊണ്ടുവയ്ക്കും. മറ്റൊരു ഭാഗം SLR ആയി സ്വന്തം ബാങ്കിൽ തന്നെ സൂക്ഷിക്കും. ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഇത് പറഞ്ഞു. SLR ആയി സ്വന്തം ബാങ്കിൽ തന്നെ സൂക്ഷിക്കും. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഈ SLR ആയി നമുക്ക് കാശ് വയ്ക്കാം, ഗോൾഡ് വയ്ക്കാം, ഗവൺമെന്റ് സെക്യൂരിറ്റി വയ്ക്കാം. എന്നാൽ CRR ആയിട്ട് ക്യാഷ് മാത്രമേ വയ്ക്കാൻ പറ്റൂ. അപ്പോൾ എന്താണ്? നിങ്ങളുടെ ബാങ്കിൽ വരുന്ന ഡെപ്പോസിറ്റിന്റെ ഒരു ഭാഗം നിങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കും. ഞാൻ RBI ആണല്ലോ, അതിനെയാണ് CRR എന്ന് പറയുന്നത്. അതിനെയാണ് ക്യാഷ് ആയിട്ട് മാത്രമേ ഞാൻ സ്വീകരിക്കത്തുള്ളൂ. അതിന് ഞാൻ നിങ്ങൾക്ക് പലിശ തരില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ച ചോദ്യം. ഇനി SLR ആയിട്ട് നിങ്ങൾ കുറച്ച് ഭാഗം നിങ്ങളുടെ ബാങ്കിൽ തന്നെ സൂക്ഷിക്കുന്നു. SLR അത് നിങ്ങൾക്ക് കാശായിട്ട് വെക്കാം, ഗോൾഡായിട്ട് വെക്കാം, ഗവൺമെന്റ് സെക്യൂരിറ്റി ആയിട്ട് വെക്കാം. പറഞ്ഞ മനസ്സിലായല്ലോ? അപ്പോൾ SLRും ഇതിൻ്റെ എന്താണ്? ഈ പറയുന്ന ഒരു മോണിറ്ററി പോളിസി ടൂളാ. ഞാൻ നേരത്തെ MSFന്റെ കാര്യം പറഞ്ഞപ്പോൾ, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ, ബാങ്കുകൾ RBIയിൽ ഗവൺമെന്റ് സെക്യൂരിറ്റി കൊളാട്രലായിട്ട് വച്ചിട്ടാണ് പൈസ കടമെടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ MSF വഴി. ഇവിടെ SLRനകത്തുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റി മാത്രമേ MSFന് വേണ്ടി വയ്ക്കാൻ പറ്റത്തുള്ളൂ. ശ്രദ്ധിക്കുക, നിങ്ങൾ എനിക്ക് MSF വഴി കടം മേടിക്കണം, ഓവർനൈറ്റ് കടം മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് തരാനുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റി SLRനകത്ത് സൂക്ഷിക്കുന്നില്ലേ? ഗവൺമെന്റ് സെക്യൂരിറ്റി അത് മാത്രമേ ഞാൻ വാങ്ങത്തുള്ളൂ. റിപ്പോയ്ക്കാണ് അല്ലാത്ത സാധാരണ ഗവൺമെന്റ് സെക്യൂരിറ്റി എനിക്ക് തന്നിട്ട് നിങ്ങൾ കടം മേടിച്ചുകൊണ്ട് പോകുന്നത്. പറഞ്ഞ മനസ്സിലായി? ക്ലിയർ ആയല്ലോ? ഒന്നുകൂടെ നോക്കിയേ. നിങ്ങൾക്ക് പൈസ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് കടം മേടിക്കും. ഞാൻ RBI, നിങ്ങൾ ബാങ്കുകളാണ്. നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് കടം മേടിക്കുമ്പോൾ റിപ്പോ വഴിയാണ് കടം മേടിക്കുന്നതെങ്കിൽ 2-3 മാസം കഴിഞ്ഞ് തിരിച്ചു തന്നാൽ മതി. അപ്പോൾ നിങ്ങൾ എനിക്ക് തരാനുള്ള ഈട്, കൊളാട്രൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈടായിട്ട് എനിക്ക് വയ്ക്കാനുള്ളത് സാധാരണ ഗവൺമെന്റ് സെക്യൂരിറ്റിയാണ്. SLRനകത്തുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റി റിപ്പോയ്ക്കകത്ത് വയ്ക്കാൻ പറ്റില്ല.
എന്നാൽ നിങ്ങൾ MSF വഴിയാണ് എൻ്റെ നിന്ന് കടം മേടിക്കുന്നെങ്കിലോ, MSF എന്ന് വെച്ചാൽ ഒരു രാത്രിയത്തേക്കാണ് കടം മേടിക്കുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് കൊണ്ടുതരാനുള്ളത് SLRനകത്തുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റി ആണ്. അപ്പോൾ MSFനകത്ത് SLRനകത്തുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റിയും റിപ്പോയ്ക്കകത്ത് SLRന് പുറത്തുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റിയുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ MSFും SLRുമാണ് ഇവിടുത്തെ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെഫിസിറ്റ് ഫൈനാൻസിങ്ങും ടാക്സേഷനും എന്താ? ഡെഫിസിറ്റ് ഫൈനാൻസിങ്ങും ടാക്സേഷൻ എന്ന് പറയുന്നത് അത് രണ്ടും തന്നെ ഫിസ്ക്കൽ പോളിസി ഇൻസ്ട്രുമെന്റ്സാണ്. ഫിസിക്കൽ അല്ല, പലരും തെറ്റി പറയുന്നു. ഫിസ്ക്കൽ പോളിസി. ഫിസ്ക്കൽ പോളിസി നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. ഫിസ്ക്കൽ പോളിസി എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിൻ്റെ പോളിസി. കേന്ദ്ര സർക്കാരിൻ്റെ വരുമാനം, ചെലവ്, കടവുമായി ബന്ധപ്പെട്ട പോളിസി. ഇവിടെ നോക്കിയേ, നികുതി കേന്ദ്ര സർക്കാരിൻ്റെ വരുമാനം അല്ലേ, ഡെഫിസിറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ കടവുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ അത് രണ്ടും ഫിസ്ക്കൽ പോളിസിയാണ്. അത് ആൻസറിൽ വരില്ല. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ 194 ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ 194 ആണ് മോണിറ്ററി പോളിസിയായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറയുന്നത്. 194 അല്ല 193, കാരണം മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി MSFും SLR 3 സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയും. അപ്പോൾ 193 എവിടെയാണ് വരിക? 193 ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. അടുത്തത് രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ ഗവൺമെന്റ് ഡു ഇൻ എ കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി? അപ്പം നേരത്തെ ചോദ്യം പറഞ്ഞത് മോണിറ്ററി പോളിസിയുടെ ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയെന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. അതിൻ്റെ താഴെ നമ്മൾ പറഞ്ഞു ഗവൺമെൻറ് പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഫിസ്ക്കൽ പോളിസി ഇസ് എ പോളിസി അനൗൺസ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി. അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? പബ്ലിക് ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തില്ലേ. നമ്മുടെ പബ്ലിക് ഫൈനാൻസുമായി ബന്ധപ്പെട്ട ഒരു പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. പബ്ലിക് ഫൈനാൻസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് വരുമാനം. അപ്പോൾ നോക്കിയേ, പബ്ലിക് ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗവൺമെൻറ്റിൻ്റെ റെസീപ്റ്റ്, ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ് ബോറോയിങ്സ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പോളിസിയാണ്, അല്ലെങ്കിൽ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് പബ്ലിക് ഫൈനാൻസ് എന്ന് പറയുന്നത്. ഈ പബ്ലിക് ഫൈനാൻസിൽ എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെൻറ് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് ഫിസ്ക്കൽ പോളിസിയിലൂടെയാണ് ആഗ്രഹിക്കുക അല്ലെങ്കിൽ നടപ്പിലാക്കുക. ആക്ച്വലി ഫിസ്ക്കൽ പോളിസി രണ്ട് തരത്തിലുണ്ട് കേട്ടോ. ഒന്ന് എക്സ്പാൻഷനറി, മറ്റൊന്ന് കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി ഉണ്ട്. എന്താ എക്സ്പാൻഷനറി, എന്താണ് കോൺട്രാക്ഷണറി? എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഈ ഫിസ്ക്കൽ പോളിസിയിലൂടെ സമ്പദ് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ രാജ്യത്ത് കൂടുതൽ പണം എത്തിക്കുക. എക്സ്പാൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ എപ്പോഴാണ്? നമ്മൾ എപ്പോഴാണ് എക്സ്പാൻഡ് ചെയ്യുക? കയ്യിൽ കൂടുതൽ പൈസ വരുമ്പോൾ. പോക്കറ്റ് എപ്പോഴാണ് എക്സ്പാൻഡ് ചെയ്യുക? പോക്കറ്റിൽ കൂടുതൽ പൈസ വരുമ്പോഴല്ലേ. പേഴ്സ് എപ്പോഴാണ് എക്സ്പാൻഡ് ചെയ്യുക? പേഴ്സിൽ കൂടുതൽ പൈസ വരുമ്പോഴല്ലേ. അപ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ പണം വന്നാൽ സമ്പദ് വ്യവസ്ഥ എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യണം? ഗവൺമെൻറ് ജനങ്ങളുടെ കയ്യിലോട്ട് കൂടുതൽ പണം എത്തിക്കണം. നമ്മുടെ കയ്യിലോട്ട് കൂടുതൽ പണം എത്തിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ കൂടുതൽ പണം വരും. എക്കണോമി എന്താകും? എക്കണോമി എക്സ്പാൻഡ് ആകും. സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ പണം വരും. അതിനുവേണ്ടി ഗവൺമെൻറ് എന്തൊക്കെ നയങ്ങൾ ഫിസ്ക്കൽ പോളിസിയിലൂടെ അനൗൺസ് ചെയ്യുന്നുണ്ടോ അതിന് നമ്മൾ എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നുണ്ട്. ഗവൺമെൻറ് കയ്യിലോട്ട് പൈസ വരുന്നു, എക്കണോമി എക്സ്പാൻഡ് ആകുന്നു, അത് എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസി. എന്നാൽ ഗവൺമെൻറ് തോന്നിയാണ് ഇവിടെയുള്ളവന്മാർക്കൊക്കെ ഭയങ്കര അഹങ്കാരമാണ്, കയ്യിൽ പൈസ ഇരിക്കുന്നതുകൊണ്ടുള്ള അമിതമായിട്ടുള്ള അഹങ്കാരമാണ്, ഒരുത്തൻ്റെ കയ്യിലും പൈസ കൊടുക്കരുത്, കയ്യിലുള്ള പൈസ അങ്ങ് കുറച്ചേക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലോട്ടൊക്കെ പൈസ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പോക്കറ്റിലെ പൈസ പോയാൽ പോക്കറ്റ് ചുരുങ്ങും, കോൺട്രാക്റ്റ് ആകും അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിലോട്ട് വരുന്ന പൈസയുടെ അളവ് കുറഞ്ഞാൽ എക്കണോമിയും കോൺട്രാക്റ്റ് ആകും, സമ്പദ് വ്യവസ്ഥയും ചുരുങ്ങും. അതിന് വേണ്ടിയിട്ടുള്ള ഫിസ്ക്കൽ പോളിസിയാണ് കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി. ഗവൺമെൻറ് എന്തെല്ലാം വഴിയിലൂടെ ജനങ്ങളുടെ കയ്യിലോട്ട് വരുന്ന പണത്തിൻ്റെ അളവ് കുറയ്ക്കുന്നുണ്ടോ അതിന് നമുക്ക് കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് പറയും. രണ്ട് തരം, എക്സ്പാൻഷണറിയും കോൺട്രാക്ഷണറിയും. ഇവിടുത്തെ ചോദ്യം, വാട്ട് ഡസ് ദ ഗവൺമെന്റ് ഡു ഇൻ എ കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി? ഒരു കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി സമയത്ത് ഗവൺമെന്റ് എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യുക? ആൻസർ അറിയാവുന്നവർ വീഡിയോ പോസ് ചെയ്തിട്ട് കമന്റ് ഇടണം കേട്ടോ. അപ്പൊ കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസിയിൽ എന്തൊക്കെ ചെയ്യും ഒന്ന് നോക്കിയേ. ഒന്നാമത്തത്, കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് കുറെ കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷെ അതുവഴി ജനങ്ങളുടെ കയ്യിൽ പൈസ വരരുത്, കോൺട്രാക്ട് ചെയ്യണം, ജനങ്ങളുടെ കയ്യിൽ വരുന്ന പൈസ കുറയണം. ഇവിടെ നോക്കിയേ, ഹയർ ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടുന്നു, ലോവർ ടാക്സസ്, ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടുകയും നികുതി കുറയ്ക്കുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടുക എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഗവൺമെന്റ് ഇപ്പോൾ ഏതെങ്കിലും ഒരു പദ്ധതി, തൊഴിലുറപ്പ് പദ്ധതിക്ക് 100 ദിവസമാണ് പൈസ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഗവൺമെന്റ് അതിന്റെ സ്പെൻഡിങ് കൂട്ടി 180 ദിവസം ആക്കി കൂട്ടുന്നു. അതിന്റെ അർത്ഥം എന്താണ്? 50 ദിവസം കൂടി നമുക്ക് ഇനി തൊഴിലുറപ്പിന്റെ ഭാഗമായി ജോലി കിട്ടും. അപ്പൊ ഗവൺമെന്റ് ചെലവ് കൂടിയപ്പോൾ നമ്മുടെ കയ്യിലോട്ട് കൂടുതൽ വരുമാനം വന്നില്ലേ? എക്കണോമി എക്സ്പാൻഡ് ആയില്ലേ? ആയി. അതുപോലെ ലോവർ ടാക്സ് കുറച്ചാൽ, നേരത്തെ 100 രൂപ വരുമാനം ഉള്ളപ്പോൾ 20 രൂപ ടാക്സ് കൊടുക്കണം, എന്നാൽ ഇപ്പം 100 രൂപ ഉള്ളപ്പോൾ 10 രൂപ ടാക്സ് കൊടുത്താൽ മതി. ടാക്സ് കുറച്ചപ്പോൾ നമ്മുടെ കയ്യിൽ കൂടുതൽ പൈസ വരുന്നു. ഇത് രണ്ടും വഴി ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ പൈസ എത്തുകയല്ലേ ചെയ്യുന്നത്? അത് എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി അല്ലേ? ചോദ്യം ചോദിച്ചിരിക്കുന്നത് കോൺട്രാക്ട് ചെയ്യാൻ, നമ്മുടെ കയ്യിലെ പൈസ ചുരുങ്ങാൻ എന്ത് ചെയ്യണം? തെറ്റല്ലേ? വീണ്ടും ഹയർ ഗവൺമെന്റ് സ്പെൻഡിങ്, അവിടെ തന്നെ തെറ്റി. അടുത്ത് ഹയർ ടാക്സ് ആണെന്ന് നോക്കേണ്ട കാര്യമില്ല. ഹയർ ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടിയാൽ, ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ സ്പെൻഡ് ചെയ്താൽ നമ്മുടെ കയ്യിൽ കൂടുതൽ പൈസ വരും, എക്കണോമി എക്സ്പാൻഡ് ആകും. തെറ്റ്. അടുത്ത ലോവർ ഗവൺമെന്റ് സ്പെൻഡിങ് കുറയുന്നു. ഫോർ എക്സാമ്പിൾ 150 അല്ലെങ്കിൽ 100 ദിവസത്തെ തൊഴിലുറപ്പ് പദ്ധതിയാണ് നിലവിൽ നമുക്ക് കിട്ടുന്നത് അല്ലെ? 100 ദിവസമാണ് ജോലി കിട്ടുന്നതെന്ന് വിചാരിക്കാം. ഇനി അത് 50 ദിവസമായിട്ട് കുറച്ചാലോ? ഗവൺമെന്റ് ചെലവ് കുറച്ചു, ഗവൺമെന്റ് സ്പെൻഡിങ് കുറച്ചു, ഇനി 50 ദിവസം നിങ്ങൾക്ക് ജോലി മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഗവൺമെന്റ് ചെലവ് കുറച്ചു, നമ്മുടെ കയ്യിലോട്ട് വരുന്ന വരുമാനം കുറഞ്ഞു, നമ്മുടെ പൈസ കുറഞ്ഞില്ലേ? എക്കണോമിക് കോൺട്രാക്ട് ആയി, ചുരുങ്ങി. കയ്യിലോട്ട് പൈസ വരുന്ന കുറഞ്ഞു, എക്കണോമിക് കോൺട്രാക്ട് ആയി. അത് ശരിയല്ലേ? ഇനി ഹയർ ടാക്സസ്. നേരത്തെ ഞാൻ 100 രൂപയ്ക്ക് എനിക്ക് വരുമാനം കിട്ടിയപ്പോൾ 10 രൂപ ടാക്സ് കൊടുത്തോണ്ടിരുന്നു. ഇപ്പോൾ 100 രൂപ വരുമാനം കിട്ടിയപ്പോൾ 20 രൂപ ടാക്സ് കൊടുക്കണം. അതിന്റെ അർത്ഥം എൻ്റെ കയ്യിൽ ഇപ്പോൾ 80 രൂപ മാത്രമേ ഉള്ളൂ. എൻ്റെ കയ്യിലെ പൈസ ചുരുങ്ങിയില്ലേ? കൂടുതൽ പൈസ ആരെടുത്തോണ്ട് പോയി? ഗവൺമെന്റ് എടുത്തോണ്ട് പോയി. ഇപ്പൊ ലോവർ സ്പെൻഡിങ് ആൻഡ് ഹയർ ടാക്സസ്, അതൊരു കോൺട്രാക്ഷണറി പോളിസി അല്ലേ? നമ്മുടെ കയ്യിലോട്ടുള്ള പൈസ കുറയ്ക്കാനുള്ള ഒരു പദ്ധതിയല്ലേ? ലോവർ ഗവൺമെന്റ് സ്പെൻഡിങ്ങും ഹയർ ടാക്സസും ശരിയാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാ? ഓപ്ഷൻ സി ആണ്. മനസ്സിലായല്ലോ? അപ്പൊ എക്സ്പാൻഷൻ സിമ്പിൾ കാര്യമാണ്. നമ്മൾ ഓവറായിട്ട് കൺഫ്യൂഷനായി തെറ്റിപ്പോകും. ഇത്രേ ഉള്ളൂ. ഗവൺമെന്റ് നമ്മുടെ കയ്യിലോട്ട് കൂടുതൽ പൈസ തന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ നിറയും, എക്കണോമി സമ്പദ് വ്യവസ്ഥ വളരും. എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി. അപ്പോൾ ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടിയാൽ നമ്മുടെ കയ്യിൽ കൂടുതൽ പൈസ വരും, ഗവൺമെന്റ് ചെലവ് കുറച്ചാൽ, നമ്മുടെ ടാക്സ് കുറച്ചാൽ നമ്മുടെ കയ്യിൽ കൂടുതൽ പൈസ വരും. എന്നാൽ കോൺട്രാക്ഷണറി എന്ന് വെച്ചാൽ കയ്യിലോട്ട് വരുന്ന പൈസ ചുരുങ്ങുന്നു. ഇപ്പോൾ ഗവൺമെന്റ് സ്പെൻഡിങ് കുറച്ചാലോ ടാക്സ് കൂട്ടിയാലോ. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫിസ്ക്കൽ പോളിസി എന്ന് വെച്ചാൽ പോളിസി അലൗൺസ്ഡ് ബൈ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വിച്ച് ഇസ് റിലേറ്റഡ് ടു ദ പബ്ലിക് ഫൈനാൻസ്. അതായത് പബ്ലിക് ഫൈനാൻസ് എന്ന് വെച്ചാൽ ഗവൺമെന്റ് വരുമാനം, ഗവൺമെന്റ് ചെലവ്, ഗവൺമെന്റ് കടം. ക്ലിയർ അല്ലേ? കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസിയും എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി, രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടി. ഇതിവിടെ അല്ലാതെ മുന്നേ ഒരു ക്വസ്റ്റ്യനിലും PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കിയിരിക്കും. ഇനി കാണാതെ പഠിക്കേണ്ട നിങ്ങൾക്ക്. ഇത്രയേ ഉള്ളൂ. ഇത് ജസ്റ്റ് കോമൺ സെൻസ് വെച്ച് അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി കാണാതെ പഠിക്കാൻ നിൽക്കരുത്, നിങ്ങൾക്ക് അറിയാം. ഇനി ഇത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോകുന്നു. GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു. GDP എന്താ നമുക്കറിയാം? ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന്റെയും സർവീസസിന്റെയും ആകെ തുകയാണ് GDP എന്ന് പറയുന്നത്. GDP ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു. എന്താ ഫാക്ടർ കോസ്റ്റ് എന്നൊരു ചോദ്യം. ഞാനൊരു ഉദാഹരണം പറയാം. നമുക്ക് ഒരു കാറിന്റെ ഉദാഹരണം എടുക്കാമേ. ഫോർ എക്സാമ്പിൾ സ്വിഫ്റ്റ്, മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു കാറിന്റെ ഉദാഹരണം ഞാൻ എടുക്കുകയാണ്. അപ്പൊ കാറ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ചിലവാകുമല്ലേ? ഞാൻ മാരുതി കമ്പനിയുടെ മുതലാളിയാണ്. മുതലാളിയായിട്ടുള്ള എനിക്ക് സ്വിഫ്റ്റ് എന്ന് പറയുന്ന കാറ് നിർമ്മിക്കാനായിട്ട് ഒരു 5 ലക്ഷം രൂപ ചിലവായി എന്ന് വിചാരിക്കുക. ഇതാണ് എൻ്റെ ഫാക്ടർ കോസ്റ്റ്. എന്തുകൊണ്ടാണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. എന്താ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ഒരു വസ്തു നിർമ്മിക്കാനാകുന്ന ഘടക ചിലവുകൾ. അതായത് ഒരു വസ്തു നിർമ്മിക്കാൻ ഒരുപാട് ഫാക്ടേഴ്സ് ആകുമല്ലോ, ഒരുപാട് ഘടകങ്ങളാകും. അതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. എന്താ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ്. ഈ 4 കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപാദന ഘടകങ്ങൾ എന്തൊക്കെയാ? ലാൻഡ് ഭൂമി, ലേബർ തൊഴിലാളികൾ, ക്യാപിറ്റൽ മൂലധനം, ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് സംഘാടനം അല്ലെങ്കിൽ സംരംഭകത്വം. ഈ 4 സാധനം ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ അല്ലേ? അപ്പൊ ഈ 4 സാധനം ഫ്രീ ആയിട്ട് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യോ? ലാൻഡ് ഫ്രീ ആയിട്ട് വന്ന് പണിയെടുത്തിട്ട് പോകും. അല്ലെങ്കിൽ തൊഴിലാളികൾ, അയ്യോ എൻ്റെ സ്വന്തം മുതലാളിയല്ലേ, ഞാൻ അയാൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് പണിയെടുക്കും എന്ന് പറയോ? ഇല്ല. ഈ 4 സാധനത്തിന് നമുക്ക് ചിലവാകും. ഒരു കാറ് നിർമ്മിക്കണമെങ്കിൽ ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും വേണം. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, മുതലാളിക്ക് പൈസ വേണ്ടേ, ലാഭം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് സ്വിഫ്റ്റ് നിർമ്മിക്കാൻ 5 ലക്ഷം രൂപയാണ് കമ്പനിക്കായ ചെലവ്, മാരുതിക്ക്. അതിനെയാണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം കമ്പനിക്കായ ചെലവെന്ന് പറയുമ്പോൾ അതിനകത്ത് മുതലാളിയുടെ ലാഭം വരുന്നു, എന്താ റോ മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ് എല്ലാം കൂടെ 5 ലക്ഷം രൂപയാണ് ആയത്. അപ്പോൾ ഇതിനാണ് ഫാക്ടർ കോസ്റ്റ്, FC എന്ന് പറയുന്നത്.
ഇനി എന്നാൽ ഞാനിത് മാർക്കറ്റിൽ ചെന്ന് മേടിക്കുകയാണ്. മാർക്കറ്റിൽ ചെന്ന് മേടിക്കുന്ന വിലേനെ വിളിക്കുന്ന പേരാണ് മാർക്കറ്റ് പ്രൈസ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, സാധനം മാർക്കറ്റിൽ വാങ്ങാൻ പോകുമ്പോൾ MRP, മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്നാ പറയുന്നത്, കോസ്റ്റ് എന്നാണോ പറയുന്നത്? അല്ല, പ്രൈസ് എന്നാ പറയുക. അപ്പം മാർക്കറ്റിൽ ചെന്നാൽ എനിക്ക് സ്വിഫ്റ്റ് 5 ലക്ഷം രൂപയ്ക്ക് കിട്ടോ? ഇല്ല, ഞാൻ വേറെ കൂടുതൽ പൈസ കൊടുത്താൽ എനിക്ക് മേടിക്കാൻ പറ്റും മാർക്കറ്റ് പ്രൈസ്. അതെന്തുകൊണ്ടാണ് അത്? കാരണം ഈ സ്വിഫ്റ്റിന് മേലെ എന്ത് കൊടുക്കണം? ഇൻഡയറക്റ്റ് ടാക്സ് നമ്മൾ കൊടുക്കണം. ഒരു 3 ലക്ഷം കൊടുക്കണമെന്ന് വിചാരിക്കാം. അതായത് സ്വിഫ്റ്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു കാറ് മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗവൺമെന്റിന് നികുതി കൊടുക്കണ്ടേ? GST, അതുപോലെ റോഡ് ടാക്സ്, അങ്ങനെ കുറേ നികുതികൾ കൊടുക്കണ്ടേ? നികുതി നമ്മൾ ഗവൺമെന്റിന് കൊടുക്കണം. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വെച്ചാൽ എന്താ? നമ്മളെ പോലുള്ള ആൾക്കാർ ഗവൺമെന്റിന് കൊടുക്കുന്നതാണ് ടാക്സ്. അപ്പോൾ ടാക്സ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണ്ടേ? 3 ലക്ഷം ആഡ് ചെയ്തു. ചില സമയത്തൊക്കെ ഗവൺമെന്റ് നമുക്ക് ഇളവുകൾ തരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ഇലക്ട്രിക് വാഹനം മേടിക്കുമ്പോൾ ഗവൺമെന്റ് നമുക്ക് ഇളവ് തരാറുണ്ട്, സബ്സിഡി. ഇനിയിപ്പോൾ സ്വിഫ്റ്റ് മേടിക്കുമ്പോൾ ഗവൺമെന്റ് പറയാണ്, നാട്ടിലെല്ലാവർക്കും കാർ ആയിക്കോട്ടെ, നാട്ടിലെല്ലാവർക്കും സ്വിഫ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എനിക്കൊരു സന്തോഷമാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും കാർ മേടിച്ചോട്ടെ, അതുകൊണ്ട് നമ്മൾ സബ്സിഡി കൊടുക്കുകയാണ്. സബ്സിഡി എന്ന് വെച്ചാൽ ഇളവുകൾ. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഫെർട്ടിലൈസർ സബ്സിഡി, ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങുമ്പോഴുള്ള സബ്സിഡി, അങ്ങനെ സബ്സിഡി തരും. സബ്സിഡി എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഇങ്ങോട്ട് തരുന്ന ഇളവ. നികുതി നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണെങ്കിൽ സബ്സിഡി ഗവൺമെന്റ് നമുക്ക് ഇങ്ങോട്ട് തരുന്നതാണ്, അല്ലേ? അപ്പം നമ്മൾ നികുതി അങ്ങോട്ട് അടയ്ക്കുമ്പോൾ സബ്സിഡി ഇങ്ങോട്ട് തരുന്നു. അതിനേക്കാളും നല്ലത് രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്തൊരു എമൗണ്ട് കൊടുത്താൽ പോരെ? മതി. ഫോർ എക്സാമ്പിൾ, ഈ സ്വിഫ്റ്റ് മേടിക്കുമ്പോൾ ഗവൺമെന്റ് നമുക്കൊരു 1 ലക്ഷം രൂപ സബ്സിഡി തരാണെന്ന് വിചാരിക്കുക. ഈ 1 ലക്ഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് കുറയ്ക്കുന്നു. ഓക്കെ, ഇൻഡയറക്റ്റ് ടാക്സ് ഗവൺമെന്റിന് കൊടുക്കുന്ന സബ്സിഡി ഇങ്ങോട്ട് തരുന്നു. അപ്പം 3 ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 2 ലക്ഷം കിട്ടും. ഇതിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. 2 ലക്ഷം നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇത് ഈ ഒരു ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്താൽ മതി. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്ന 2 ലക്ഷം. അപ്പൊ 5 ലക്ഷത്തിനോട് 2 ലക്ഷം കൂടിയാൽ 7 ലക്ഷം മാർക്കറ്റ് പ്രൈസ്. സെറ്റല്ലേ? ഇത്രേ ഉള്ളൂ. അതായത് ഒന്നുകൂടെ പറയാം, സ്വിഫ്റ്റ് എന്ന് പറയുന്ന കാർ നിർമ്മിക്കാൻ കമ്പനിക്കായത് 5 ലക്ഷം. അതിന് ഗവൺമെന്റ് എന്നോട് ചോദിച്ച നികുതി 3 ലക്ഷം. പക്ഷെ ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങൾക്ക് കാർ ഓടിക്കാനുള്ള താല്പര്യം കാരണം ഞാൻ സബ്സിഡി തരുന്നു 1 ലക്ഷം, പിടിച്ചോ, എന്നാ പിടിച്ചോ സബ്സിഡി. അപ്പോൾ ഞാൻ ഗവൺമെന്റിന് 1 ലക്ഷം ഇങ്ങോട്ട് തരിക, അപ്പൊ അങ്ങോട്ട് 3 കൊടുക്കണം. അതിൽ നിന്ന് കുറച്ച് 2 അങ്ങോട്ട് കൊടുത്താൽ പോരെ? അതിനെയാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന്. സബ്സിഡി കുറയ്ക്കുന്നു 2 ലക്ഷം. അതിനെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. എങ്ങനെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കിട്ടും? ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് സബ്സിഡി കുറയ്ക്കുന്നു. ഈ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ 5 ലക്ഷം പ്ലസ് 2 ലക്ഷം 7 ലക്ഷം മാർക്കറ്റ് പ്രൈസ്. ഒന്നുകൂടെ പറയാം. അപ്പം നോക്കിയേ, സ്വിഫ്റ്റ് നിർമ്മിക്കാനായ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാ? 5 ലക്ഷമാണ്. ഓക്കെ, ഇനി ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഗവൺമെന്റിന് കൊടുക്കാനുള്ളത് 3 ലക്ഷം. ഗവൺമെന്റ് നമുക്ക് തരുന്ന സബ്സിഡി ഇളവ് 1 ലക്ഷം. ഇനി ഒന്ന് പറഞ്ഞേ, ഫാക്ടർ കോസ്റ്റിനെ FC എന്ന് പറയാം. പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. എങ്ങനെ കിട്ടും? ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? മാർക്കറ്റ് പ്രൈസ്. അതിനെയാണ് MP എന്ന് പറയുക, മാർക്കറ്റ് പ്രൈസ്. ഫാക്ടർ കോസ്റ്റ് ഇവിടെ എത്രയാ? 5 ലക്ഷം. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എത്രയാ? 3 - 1 2 ലക്ഷം. മാർക്കറ്റ് പ്രൈസ് 7 കിട്ടി. ക്ലിയർ അല്ലേ? അപ്പൊ സ്വിഫ്റ്റ് എന്ന് പറയുന്ന കാറിന്റെ ഫാക്ടർ കോസ്റ്റ് 5 ലക്ഷം, മാർക്കറ്റിൽ വാങ്ങുന്ന വില 7 ലക്ഷം. മനസ്സിലായില്ലേ? ഇത് സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരൊറ്റ കാറിന്റെ ഉദാഹരണമാണ് പറയുന്നത്. ഇന്ത്യയിൽ എന്തുമാത്രം സ്വിഫ്റ്റുകളുണ്ട്? സ്വിഫ്റ്റ് അല്ലാതെ എന്തുമാത്രം വേറെ കാറുകൾ ഇന്ത്യയിലുണ്ട്? അപ്പോൾ എന്തുമാത്രം മറ്റ് സാധനങ്ങളുണ്ട്? കാറുകളല്ലാതെ വേറെ എന്തൊക്കെ പ്രോഡക്റ്റുകൾ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? അപ്പോൾ എല്ലാ സാധനങ്ങളുടെയും വില നമുക്ക് ഫാക്ടർ കോസ്റ്റിലും പറയാം, എല്ലാ സാധനങ്ങളുടെയും വില നമുക്ക് മാർക്കറ്റ് പ്രൈസിലും പറയാം, അല്ലേ? ഇന്ത്യയിലുള്ള മുഴുവൻ സാധനങ്ങളുടെയും വിലയാണ് നമ്മൾ GDP എന്ന് പറയുക. ആണല്ലോ? GDP is the money value of all the final goods and services produced in our country. നമ്മുടെ രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും വാല്യൂ ആണ് GDP. അതിൻ്റെ അർത്ഥം GDPനെ നമുക്ക് ഫാക്ടർ കോസ്റ്റ് പറഞ്ഞൂടെ? അതുപോലെ GDPനെ നമുക്ക് മാർക്കറ്റ് പ്രൈസ് പറഞ്ഞൂടെ? അല്ലേ? അതാണ് GDP FCയും GDP MP. സിമ്പിൾ അല്ലേ? ഒരു സ്വിഫ്റ്റിന്റെ കാറിന്റെ വില ഫാക്ടർ കോസ്റ്റ് പറയാമെങ്കിൽ രാജ്യത്തുള്ള മുഴുവൻ സാധനങ്ങളുടെയും വില ഫാക്ടർ കോസ്റ്റ് പറയാം. അതാണ് GDP FC. സ്വിഫ്റ്റിന്റെ വില മാർക്കറ്റ് പ്രൈസ് പറയാമെങ്കിൽ ഇന്ത്യയിലുള്ള മുഴുവൻ സാധനങ്ങളുടെയും വില മാർക്കറ്റ് പ്രൈസ് പറയാം, GDP MP. ഇതെങ്ങനെ വ്യത്യാസം? GDP FCയുടെ കൂടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ചെയ്യുമ്പോൾ GDP MP കിട്ടും. സിമ്പിൾ. GDP FC പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് GDP MP. ഓക്കെ അല്ലേ? കാര്യം മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ഫോർമുല എന്ന് പറയുന്നത്. ഇനി തിരിച്ചെഴുതാനോ? GDP MPയിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചാൽ GDP FC. തെറ്റല്ലേ? ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ ആൻസർ പറഞ്ഞേ. GDP FC ഈസ് ഈക്വൽ ടു GDP MP മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. അല്ലേ?
GDP-MP നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചാൽ GDP-FC കിട്ടും. നമ്മളിവിടെ പറഞ്ഞത് GDP-FC കിട്ടാൻ GDP-MP നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കുക. ക്ലിയർ അല്ലേ? ഇനി തിരിച്ചാണെങ്കിൽ GDP-MP ചോദിച്ചാൽ GDP-FCയുടെ കൂടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടുക. ഓക്കെ, തിരിയില്ലല്ലോ. ഇപ്പൊ GDP-MP എന്ന് പറയുന്നത് GDP-FCയുടെ കൂടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, എന്നാൽ GDP-FC എന്ന് പറയുന്നത് GDP-MP നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കുക. ഓപ്ഷൻ എ റൈറ്റ് ആൻസർ. കിട്ടിയില്ല. അപ്പോൾ FC എന്താണെന്ന് പറയുന്നത് തിരിഞ്ഞു പോകില്ല. ഇതുപോലെ എല്ലാത്തിലും ഉണ്ട്. NDP-MP, അതായത് NDP-FCയുടെ കൂടെ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, GNP-MP, NNP-MP എല്ലാത്തിനും ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. വേറെ ഒന്നുമില്ല. GDP മാറ്റി മറ്റത് കൊടുത്താൽ അപ്പുറത്തെ സൈഡ് ഇത് മാറും. ഓക്കെ, സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. ഇനി അടുത്ത സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഇത് കോൺസെപ്റ്റ് ഒന്നുമില്ല, ഇത് എല്ലാവർക്കും കാണാതെ പഠിച്ചാൽ മാത്രം എഴുതാൻ പറ്റുന്നതാണ്. ഇവിടുത്തെ ചോദ്യം ഇസ് റിലേറ്റഡ് ടു എ 5-year പ്ലാൻ. ഒരു പഞ്ചവത്സര പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. Which 5-year plan did the government introduce? IRDA. എന്താ IRDA? ഇന്ത്യയിൽ ഇൻഷുറൻസ് മേഖലയുണ്ടല്ലോ, ഇൻഷുറൻസ് സെക്ടറിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നിലവിൽ വന്നൊരു ബോഡിയാണ് IRDA. ഹൈദരാബാദാണ് അതിൻ്റെ ആസ്ഥാനം കേട്ടോ. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈ ഒരു സ്ഥാപനം ഏതൊരു പഞ്ചവത്സര പദ്ധതി, ഏത് 5-year പ്ലാന്റെ സമയത്താണ് നിലവിൽ വന്നെന്നുള്ളതാണ് ചോദ്യം. ഇത് കൃത്യമായിട്ട് ഇത് പഠിച്ചാൽ മാത്രമേ ഇത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. 5-year പ്ലാൻസ് പഠിച്ചാൽ 9th 5-year പ്ലാന്റെ സമയത്താണ് വരുന്നത്. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്ത് 1999 നിലവിൽ വരുന്ന സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത് IRDA, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ 9ാമത്തെ പഞ്ചവത്സര പദ്ധതിനെ പറ്റി നമുക്കൊന്ന് നോക്കിയാൽ, 9 എന്ന് പറയുമ്പം 50 എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. 9 റൈം ചെയ്ത് പോകുന്ന, ചേർന്ന് പോകുന്ന ഒരു വാക്കാണ് 50. 9, 50. അതെന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം? 9ാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിൽ വരുന്നത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 50ാമത്തെ വർഷം ആഘോഷിക്കുന്ന സമയത്താണ്. കണ്ടോ, ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 50ാമത്തെ വർഷം ആഘോഷിക്കുന്ന സമയത്താണ് ഇന്ത്യയിൽ 9ാം പഞ്ചവത്സര പദ്ധതി വരുന്നത്. 50, 9. അപ്പൊ 50 വർഷം ആയില്ലേ സ്വാതന്ത്ര്യം നേടിയിട്ട്. അപ്പൊ ജനങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ? അപ്പൊ ഗവൺമെന്റിന് തോന്നലുണ്ടായി, ജനങ്ങൾ ഇത്രയും വർഷമായില്ലേ, ജനങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യണം, അതുകൊണ്ട് ഈ പഞ്ചവത്സര പദ്ധതിക്ക് ജനകീയ പദ്ധതി എന്ന് പേരിടാം. ആഹാ, കൊള്ളാം അല്ലേ? അപ്പൊ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ പഞ്ചവത്സര പദ്ധതിനെ ജനകീയ പദ്ധതി എന്ന് പേരിട്ട് വിളിച്ചു. അപ്പൊ ജനങ്ങൾക്ക് ചെയ്തതായില്ലേ. അപ്പോൾ 9ാം പഞ്ചവത്സര പദ്ധതി 50ാം വർഷമാണ് ജനകീയ പദ്ധതി എന്ന് വിളിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? പീപ്പിൾസ് പ്ലാൻ എന്ന് വിളിക്കുന്നുണ്ട്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതി. ഈ ഒരു പദ്ധതിയുടെ പ്രത്യേകത റൂറൽ ഡെവലപ്മെന്റ്, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്. എന്താ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് എന്നൊക്കെ പറയാൻ കാരണം എന്നറിയാമോ? ഇതിന് തൊട്ട് മുന്നത്തെ 8ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് ഇന്ത്യയിൽ മുഴുവനായിട്ട് പഞ്ചായത്ത് രാജ് വരുന്നത്. അപ്പൊ പഞ്ചായത്തിന്റെ പ്രത്യേകത എന്താ? പഞ്ചായത്ത് എന്ന് പറയുന്ന താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഡീസെൻട്രലൈസ്, മുന്നേ പ്ലാനിങ് മുകളിൽ മാത്രമായിരുന്നു. ഇപ്പൊ പഞ്ചായത്തുകൾ വന്നതുകൊണ്ട് താഴെ തട്ടിലും പ്ലാൻ നടപ്പിലാക്കാം, ഗ്രാമവികസനം കൊണ്ടുവരിക. അപ്പൊ പഞ്ചായത്തുകൾ 8ാം പഞ്ചവത്സര പദ്ധതിയിൽ നടപ്പിലാക്കുന്നു. അതിന്റെ ഫലമായിട്ടാണ് 9ാം പഞ്ചവത്സര പദ്ധതിക്ക് ഈ ലക്ഷ്യങ്ങൾ വരുന്നത്. അതുപോലെ വിമൺ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണം. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട്, വിമൺ കമ്പോണന്റ് പ്ലാൻ. ഈ ഒരു വിമൺ കമ്പോണന്റ് പ്ലാൻ ഏത് പഞ്ചവത്സര പദ്ധതി സമയത്താണ് വരുന്നത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. WCP, വിമൺ കമ്പോണന്റ് പ്ലാൻ എന്ന് പറയുന്നത് വരുന്നത് 9ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ്. ഇത് ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതിയും സമത്വത്തിനും വേണ്ടിയുള്ള വളർച്ച എന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. IRDA സമയത്താണ് വരുന്നത്. കുടുംബശ്രീ, കുടുംബശ്രീയുടെ ലക്ഷ്യം എന്താ? സ്ത്രീ ശാക്തീകരണമാണോ? അല്ല, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. പക്ഷെ സ്ത്രീ ശാക്തീകരണ ലക്ഷ്യമുണ്ടോ? ഉണ്ട്. എങ്ങനെ? ദാരിദ്ര്യ നിർമ്മാർജ്ജനം സ്ത്രീ ശാക്തീകരണത്തിലൂടെ. ഇപ്പൊ കുടുംബശ്രീ വരുന്ന ഈ സമയത്താണ്. ന്യൂക്ലിയർ ടെസ്റ്റ്, പൊക്രാൻ 2, ഓപ്പറേഷൻ ശക്തി ഈ സമയത്താണ് വരുന്നത്. നമ്മുടെ അഭിമാനമായിട്ടുള്ള APJ അബ്ദുൽ കലാം ഒക്കെയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ദെൻ സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന, സർവശിക്ഷാ അഭിയാൻ. അറിയില്ല, ഒരു പെൻസിലിന്റെ 2 പിള്ളേർ കയറിയിരുന്ന് പോകുന്ന സർവശിക്ഷാ അഭിയാൻ ഈ സമയത്താണ് വരുന്നത്. അന്ത്യോദയ അന്ന യോജന, പാവപ്പെട്ടവർക്കും ഭക്ഷ്യധാന്യം. നമുക്കറിയില്ലേ, മഞ്ഞ റേഷൻ കാർഡ്, അന്ത്യോദയ അന്ന യോജന പദ്ധതി. ദെൻ HDI, നമുക്കറിയാം HDI എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, യുണൈറ്റഡ് നേഷൻസ് പുറത്തിറക്കുന്നതാണ് HDI, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. എന്നാൽ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായിട്ടൊരു HDI പുറത്തിറക്കുന്നത് 9ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ്, 2001 എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ബാക്കി പഞ്ചവത്സര പദ്ധതികളെല്ലാം തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ പഠിച്ചു പോകും. ഓക്കെ, അപ്പോൾ ഈ 9ാം പഞ്ചവത്സര പദ്ധതി സെറ്റായില്ലേ, ഇവിടെ IRDAയും കൂടെ നിലവിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം, ഏത് മന്ത്രാലയമാണ് ഈ ശ്രം പോർട്ടൽ കൊണ്ടുവന്നത്? ഈ ശ്രം പോർട്ടൽ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സിന് വേണ്ടി, അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടി ഈ ശ്രം പോർട്ടൽ, അതൊരു വെബ്സൈറ്റാ, ഒരു വെബ് പോർട്ടൽ കൊണ്ടുവന്ന ആരാ? അപ്പൊ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഏത് മന്ത്രാലയമായിരിക്കും? മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് അല്ലേ?
ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ആണ് കൊണ്ടുവന്നത്. ഈ ശ്രം പോർട്ടൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ശ്രം പോർട്ടൽ എന്ന് പറയുന്നത് നമ്മുടെ അൺഓർഗനൈസ്ഡ് വർക്ക് ഫോഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, അതായത് അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി 2021 നമ്മുടെ തൊഴിൽ മന്ത്രാലയം കൊണ്ടുവന്ന ഒരു വെബ്സൈറ്റ് ആണ്, ഒരു വെബ് പോർട്ടലാണ് ഈ ശ്രം പോർട്ടൽ എന്ന് പറയുന്നത്. അതിനകത്തെന്ന് പറഞ്ഞാൽ നാഷണൽ ഡേറ്റാ ബേസ്, ഇന്ത്യയിലെ അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ഒരു ഡേറ്റാ ബേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ ഡേറ്റാ ബേസാണ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, ഗിഗ് വർക്കേഴ്സ്. നിങ്ങൾ ശ്രദ്ധിക്കുക, കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിലുണ്ടല്ലോ സ്വിഗ്ഗി, സൊമാറ്റോ തുടങ്ങിയ തൊഴിലാളികളിൽ അവരെ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയാമോ? അവരെ വിളിക്കുന്നതാണ് ഗിഗ് വർക്കേഴ്സ്. ശ്രദ്ധിക്കുക, ഗിഗ് വർക്കേഴ്സ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പണ്ടത്തെ സാധാരണ രീതിയിലുള്ള വർക്കേഴ്സ് അല്ല, മുതലാളി റിലേഷന് പുറത്തുള്ള ഒരു ഫ്രീലാൻസ് വർക്കേഴ്സിനെയാണ് ഗിഗ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ ഫ്രീലാൻസ് ആയിട്ട് ക്ലാസ് എടുക്കുന്നു, അല്ലെങ്കിൽ ഞാൻ സ്വിഗ്ഗിയിൽ ഫുഡ് ഡെലിവറി നടത്തുന്നു, ആമസോൺ സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്നു, ഇതെല്ലാം ഗിഗ് വർക്കേഴ്സാണ്. ഇവർക്ക് എന്നും ജോലി ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇവരെയും കൂടെ ഈ ശ്രം പോർട്ടലിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തി. കഴിഞ്ഞ വർഷം ഗവൺമെന്റ് ഇവർക്ക് വേണ്ടി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ, ആയുഷ്മാൻ ഭാരതിന്റെ ഭാഗമായിട്ട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു ഗിഗ് വർക്കേഴ്സിന് വേണ്ടി. അതുപോലെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, മൈഗ്രന്റ് വർക്കേഴ്സ്, പ്ലാറ്റ്ഫോം വർക്കേഴ്സ് തന്നെയാണ് ഗിഗ് വർക്കേഴ്സ്. സ്വിഗ്ഗി പ്ലാറ്റ്ഫോം, സൊമാറ്റോ പ്ലാറ്റ്ഫോം, അതിൽ ജോലി ചെയ്യുന്ന ഇവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഈ ശ്രം പോർട്ടൽ തുടങ്ങിയത്. അപ്പോൾ അൺഓർഗനൈസ് സെക്ടർ, അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടി മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ആരംഭിച്ച ഒരു വെബ്സൈറ്റ് ആണ് ഈ ശ്രം പോർട്ടൽ. ഈ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് വേറെ ഒരുപാട് പദ്ധതികൾ, സ്കീമുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അറിയാമെന്നുള്ളവർ അതൊന്ന് കമന്റ് ബോക്സിൽ ഇടുന്നത്, ഏതൊക്കെ സ്കീമുകളാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന്. ഞാൻ ഇന്ന് പരമാവധി നേരത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. കാരണം ഒരുപാട് ലെങ്ത് ഉള്ള വീഡിയോ ആണെങ്കിൽ നിങ്ങൾ കാണത്തില്ല. കാരണം അത് എനിക്കറിയാം, കാരണം സമയം എല്ലാവർക്കും അത്രത്തോളം ആവശ്യമുള്ളതാണ്, അമൂല്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയത്തുള്ള വീഡിയോസ് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഈ ഒരു എക്സ്പ്ലനേഷനകത്ത് ഉൾപ്പെടുത്തിയത്. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ 2024 നെക്സ്റ്റ് ഫേസിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് എല്ലാം തന്നെ ടെലഗ്രാം ചാനലിൽ കിട്ടും. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. സോ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ആൻഡ് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.